ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രിൽ സ്ലീവാണ് തയ്ക്കുന്നത്. എൻ്റെ അനിയത്തിക്ക് ഇത് വേണമെന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ഞാൻ തയ്ക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു ഇത്. ഇതിനവൾക്ക് എല്ലായിടത്തും നമ്മൾ ഫോട്ടോ കാണുന്നത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രിൽ സ്ലീവാണ്. ഞാനിവിടെ പക്ഷേ ഇതിനകത്തൊരു ക്യാപ്പ് സ്ലീവും കൂടെ ഇന്നറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്ററാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ചുരിദാർ തയ്ക്കാനായിട്ട്. അതേപോലെ ലൈനിങ്ങും 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ലൈനിങ് തുണി ആദ്യമായി തന്നെ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് വരച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഷോൾഡർ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ കോർണറിൽ ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു 7 ഇഞ്ച് ഒന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് താഴത്തേക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ആ അറ്റത്ത് തന്നെ ടേപ്പ് വെച്ച് തിരിച്ചു 7 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റിലേക്ക് കൈക്കുഴി വരച്ച് നിർത്തിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെസ്റ്റ് കൊടുക്കുന്നത് 8.5 ഇഞ്ചാണ്. ആ ഒരു 8.5 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു തയ്യൽ തുമ്പായിട്ട് അത്രയുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴത്തേക്കായിട്ടൊരു 13 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 13 ഇഞ്ചിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ 7.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ നമ്മൾ ഷെയ്പ്പായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് വരയ്ക്കണം. സ്ലിറ്റ് വരയ്ക്കാനായിട്ട് നമ്മൾ മുകളിൽ നിന്നും താഴത്തേക്ക് 19.5 ഇഞ്ചാണ് ഞാനിവിടെ സ്ലിറ്റ് എടുക്കുന്നത്. 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പിന് പോകും, 19 ഇഞ്ച്. അപ്പം നമുക്ക് സ്ലിറ്റിന് കിട്ടും. ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മുടെ അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ സ്ലിറ്റ് നമ്മൾക്കൊന്ന് മടക്കി അടിക്കേണ്ടതുകൊണ്ടാണ് 1.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിന് ടോട്ടൽ ലെങ്ത്ത്, നമ്മുടെ ടോപ്പിൻ്റെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മുകളിൽ നിന്നും താഴത്തേക്ക് വെച്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 42.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല തുണിയിൽ ഒരു 45-46 എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ 42.5 ഇഞ്ച് എടുത്തത്. ഇനി നമുക്ക് അവിടേക്ക് നമ്മുടെ ഫ്ലെയർ, നമുക്ക് എന്തുമാത്രം വിരിവ് വേണം എന്നുള്ളത് വരച്ചു കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾക്ക് ഇത് വെച്ചടിക്കാനായിട്ടും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുകളിൽ നിന്നും എല്ലാ പോയിൻറ്റ്സിൻ്റെയും അറ്റത്ത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ആ ഓരോ പോയിൻറ്റും കൂട്ടി വരച്ചു കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടും വളഞ്ഞും കർവായിട്ടും ഒക്കെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൈക്കുഴിയുടെ കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു മിഡ് പോയിന്റ് കാണുന്നിടത്തേക്ക് നമുക്ക് 1 ഇഞ്ച് ഒന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് കർവായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു ചെറിയ കർവ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സൂക്ഷിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 പീസായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഫ്രണ്ടും ബാക്കിനും ഉള്ളത് കിട്ടുന്നുണ്ട്. ഇവിടെ ഇതേപോലെ മൊത്തം താഴെ വരെയും നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആ പോയിന്റ് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ അകത്തൂടെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് എടുക്കാം. ഇപ്പം നല്ല വശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ നല്ല വശം നമ്മൾ ഉള്ളിലാക്കി ചീത്ത വശത്താണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് മടക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കാകെ 2 മീറ്റർ ഫാബ്രിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് 2ആയിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ലൈനിങ് പീസ്, നമ്മളിപ്പോൾ കട്ട് ചെയ്ത ലൈനിങ് പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അറ്റത്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇച്ചിരി തുണിയായിരിക്കും കിട്ടുന്നത്. സൈഡിൽ 2 കട്ട് ചെയ്ത പീസായിട്ടായിരിക്കും നമുക്ക് മിച്ചം തുണി കിട്ടുന്നത്. അങ്ങനെ കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് കൈയും വെക്കേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു അറ്റത്തേക്ക് ഈ തുണി ഒന്ന് മാറ്റി ബാക്കി പീസ് നമ്മൾ കൈക്കും കൂടെ ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈനിങ് വെച്ച ഭാഗത്തൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ താഴെ വശം വരുമ്പോൾ നമ്മൾ ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കരുത്. നമുക്ക് ടോപ്പിന് ലെങ്ത്ത് എത്ര വേണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 45 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ സൂക്ഷിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ലൈനിങ്ങിൻ്റെ നേരെ തന്നെ വെച്ച് കട്ട് ചെയ്താൽ നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഇറക്കം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നേരെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടോട്ടൽ ലെങ്ത്ത് ഫുള്ള് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഒന്ന് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഫോൾഡ് ചെയ്തും എടുത്തതുകൊണ്ട് ഇതിനൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് 2 പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ വക്രം എടുത്തിട്ടുണ്ട്. അതിനൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തൊരു സ്ട്രെയിറ്റ് ലൈനും വരച്ചു. ഇനി നമുക്കിവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് വിഡ്ത്ത് വരച്ചു കൊടുത്തു. ഇനി ആ ഒരു 3 ഇഞ്ച് വരച്ചിടത്തേക്ക് നമുക്ക് താഴത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എന്തുമാത്രം നീളമാണ് നമുക്ക് വേണ്ടി അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ കറക്റ്റ് 3 ഇഞ്ചും ഇറക്കം 4 ഇഞ്ചും വീതി 3 ഇഞ്ചുമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ സൈഡ് മൊത്തം ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ എക്സ്ട്രാ പീസ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ കാണുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയതായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ റഫായിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു കടുപ്പിച്ച് വരച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ നെക്കായിട്ട് നമ്മൾ കാണുന്നത്. അത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അകത്തേക്ക് ഇതുപോലെ ആ വിഡ്ത്ത് നമ്മൾ വരച്ചിടത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഈ ഒരു നെക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെക്ക് കിട്ടും. ഇപ്പോൾ ഔട്ട് സൈഡ് നമ്മൾ റഫായിട്ട് വരച്ച ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കടുപ്പിച്ച് വരച്ചിരിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ വരച്ചിടത്തൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഇതുപോലെ വക്രത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു ഇച്ചിരി താഴെയായിട്ട് ഒന്നുകൂടെ നമ്മൾ വിഡ്ത്ത് 3 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ മോളി വരച്ച പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലെ 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പുറത്തും ഇതുപോലെ ഒന്ന് 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാനായിട്ടാണ്. ഇപ്പോൾ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ബോക്സ്. ഇനി നമുക്ക് ഇപ്പോൾ ഈ വരച്ച് കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റിൽ കോർണർ പോയിന്റ് അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ ഒരു യു ഷേപ്പ് പോലെയാണ് നമ്മൾ നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു കർവ് വരച്ചു കൊടുക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റഫായിട്ട് നമ്മൾ വരയ്ക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അകത്ത് നമ്മൾ മുമ്പേയും കൊടുത്ത പോലെ ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ വര വരച്ചു കൊടുത്തു. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അകത്തെ നെക്ക് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണിയിലേക്ക് ഇതുപോലെ ഈ ഒരു നെക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് തേച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു അരികുവശം ഒന്ന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു താഴ്വശവും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ 2 പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ സ്ക്വയർ നെക്കിൻ്റെയും ഇതുപോലെ ഒന്ന് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് വരുന്നില്ലേ, ഈ ഒരു അറ്റത്തേത് നമ്മൾ മടക്കിയടിക്കാത്ത ആ ഒരു വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തയ്ക്കാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് നല്ല തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഷോൾഡറും തിരിച്ച് ഈ ആം ഹോൾ വരെയും ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വശം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ നെക്ക് പീസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ നല്ല വശത്താണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സെൻറ്ററിൻ്റെ അവിടെ ഞാൻ നേരത്തെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിലൊന്ന് ചോക്ക് വെച്ച് ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെ സെൻറ്റർ ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നെക്കിൻ്റെ ഉൾവശം മാത്രം ഒന്ന് ആ ക്യാൻവാസിൽ തൊടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ ഒന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ക്യാൻവാസിൽ തൊടാതെ ആ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ അരികത്ത് ക്യാൻവാസിൽ സ്റ്റിച്ച് കയറിപ്പോകാതെ സൂക്ഷിച്ച് പയ്യെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ഇപ്പോൾ നമ്മൾ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഉൾവശം നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ പീസ് നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇതൊന്ന് പെർഫെക്റ്റായിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ട് അടിക്കാനായിട്ട് നമ്മളിതുപോലെ സൈഡിലെല്ലാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്കിനി ബാക്ക് നെക്കിൻ്റെയും ഈ ഒരു ഉൾവശം ആ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ അകത്തേക്ക് കയറിപ്പോകരുത്. 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ 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 കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. ഈ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് അകത്തേക്ക് വെച്ചടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബാക്ക് നെക്കാണ്. ഇത് നമ്മളിതുപോലെ തന്നെ വെക്കുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത്, അതായത് ചീത്ത വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സൈഡ് അടിച്ചെടുക്കണം. നെക്ക് മാത്രമായിട്ട് പെർഫെക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ബാക്ക് നെക്കിൻ്റേത് അടിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല വശവും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഷോൾഡർ അടിക്കണം. അതിനായിട്ട് ഇതുപോലെ ഈ ഒരു നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ട് അതിനുള്ളിലേക്കായിട്ട് ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡർ നമ്മൾ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്യണം. അതിനെ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടൊരു പിൻ വെച്ച് കുത്തി കൊടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഉള്ളിലേക്ക്, ക്യാൻവാസിൻ്റെ ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇത് നമ്മളൊരു പിൻ കുത്തി സ്റ്റെബിലൈസ് ചെയ്യുക. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു നമുക്ക് ഷോൾഡർ ഇങ്ങനെ അടിക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ കൂട്ടിയടിക്കുന്നതിൽ നന്നായിട്ടാണ് ഇങ്ങനെ ഇത് അകത്തേക്ക് കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. ഇതുപോലെ നിവർത്തിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കുർത്തിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ക്യാപ്പ് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പം ചീത്തവശമാണ് നമ്മൾ കാണുന്നത്, അവിടെയാണ് നമ്മൾ മാർക്കിങ്സ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാർക്കിങ്സ് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഒരു സ്ലീവേ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്ലീവും കൂടെ കട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കിങ്സ് അടയാളപ്പെടുത്തണം. അതിനായിട്ട് ഞാൻ 4 ഇഞ്ചാണ് കൈക്കെടുക്കുന്നത്. 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയടിക്കാനായിട്ട് മുകൾ വശത്ത് എടുക്കുമ്പോൾ 4.5 ഇഞ്ചാണ് മൊത്തത്തിൽ വേണ്ടിയത്. നമ്മളിപ്പം ഇതൊരു ക്യാപ്പ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ താഴെ വശത്ത് നമ്മൾ മടക്കി അടിക്കുന്നില്ല. അതുകൊണ്ട് 1/2 ഇഞ്ച് മുകളിലാണ് നമ്മൾ സീം അലവൻസ് എടുക്കുന്നുള്ളൂ. അപ്പം മൊത്തം 4.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിത് കറക്റ്റ് 9 ഇഞ്ച് ആ ഒരു അത്രയും നീളവേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ആ ഒരു അറ്റത്തിൽ നിന്നും താഴത്തേക്കായിട്ടൊരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മളൊരു ചെറിയ സ്ലീവ് കൊടുക്കുന്നതുകൊണ്ടാണ് 3 ഇഞ്ച് നമ്മളിതുപോലെ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടേക്കൊരു കർവ് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം.
ഇപ്പം നമ്മുടെ കൈ ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തേക്ക് ഒരു ചെറിയ കട്ടിങ്സ് കൊടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രിൽ സ്ലീവ് മാത്രം മതിയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ക്യാപ് സ്ലീവ്, അകത്തൊരു സ്ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ക്യാപ് സ്ലീവ് കൊടുക്കുന്നത്. അതും ചെറിയൊരു സ്ലീവായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണത്തില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിത് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് ഈ ചീത്ത വശം തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ പുറമേ കാണുന്ന നല്ല വശമാണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്യാപ് സ്ലീവിൻ്റെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ ഈ സൈഡിൽ കൂടെ 2 പീസും കൂടെ ജോയിൻ ചെയ്തിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കുർത്തിയുടെ ഫ്രില്ല് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ടോപ്പ് ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കൂട്ടി യോജിപ്പിച്ച് ഷോൾഡറിൻ്റെയാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഈ ആം ഹോൾ കർവ് ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റം വരെ എത്രയുണ്ട് ഈ ഒരു ആം ഹോളിൽ വരുന്നതെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 18 ഇഞ്ചോളമാണ് വരുന്നത്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ ഇരട്ടി, അതായത് 36 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടിയത് ഫ്രിൽസ് എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബാലൻസ് തുണി വന്നത് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 പാർട്ടും, അതായത് 2 കൈക്കുള്ള സ്ലീവ്സിനുള്ള ഫ്രില്ലും നമ്മളിപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു 36 ഇഞ്ച് നമ്മൾക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 36 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 36 ഇഞ്ച് കിട്ടിയിടം ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് മറ്റേ അറ്റത്തേക്ക് നമുക്കൊന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ഇതൊന്ന് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കൈ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിടവില്ലേ, അവിടെ നമുക്ക് ഇച്ചിരി വീതിയും താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി വീതി കുറച്ചും വേണം. അതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഇതൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2 സ്ലീവ്സും, അതായത് 2 കൈകളിലും നമ്മുടെ ഫ്രില്ല് വെക്കാനുള്ളത് ഇതുപോലെയായി ഒരുമിച്ച് മടക്കിയിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മളിതുപോലെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത്, അതായത് നമ്മൾ 36 ഇഞ്ച് വരച്ച ആ ഒരു പോയിൻ്റ് അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ അവിടേക്ക് നമുക്ക് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തിൽ നിന്നും ഈ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർക്കുമ്പോഴത്തേക്ക് 36 ഇഞ്ച് നീളമുള്ള നമ്മുടെ 2 പീസ് ഫ്രില്ല് വെക്കാനുള്ള 2 പീസും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ അരികു വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. അതിന് 2 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ സാധാ രീതി ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് അല്ല എങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കണം. മൊത്തത്തിലൊന്ന് അടിച്ചതിന് ശേഷം അതിനെ ഒന്നുകൂടെ മടക്കി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഏതാണ് ഈസി ആ മെത്തേഡ് ചെയ്യാം. ഇത് നമ്മളിപ്പം ഒരു പ്രാവശ്യം ഒന്നും മടക്കി ഇതുപോലെ അടിച്ചു. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഈ അടിച്ച ഭാഗം നമുക്ക് ആ സ്റ്റിച്ച് കാണാൻ പറ്റും. ആ അടിച്ച ഭാഗം ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതുമാണ്. ഈ 2 മെത്തേഡിൽ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതാണ് സൗകര്യം അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും അതിൻ്റെ ആ ഒരു അരികു വശം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തു മടക്കി. ഇനി നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നല്ല വശത്താണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത്. ഇനി അപ്പുറത്തെ സൈഡിലും നമുക്ക് ലൈനിങ് ആ ഒരു അകം വശത്തും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിലെ നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത പോയിന്റിലേക്ക് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടിമുട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ പുറമേ നമ്മൾ കാണുന്നത് നമ്മുടെ ചീത്ത വശമാണ്. ഇനി നമുക്ക് ആ ഒരു നടുക്കൊന്ന് അടിച്ചിട്ട് ചെറുതായിട്ട് നടുക്കൊന്ന് അടിച്ചതിന് ശേഷം ഇപ്പുറത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഇങ്ങേ അറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ ഈ ഒരു അരികുവശം വരുമ്പോഴത്തേക്കിന് ഇത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ഇടാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അതുവരെ ഭാഗം മാത്രം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടടിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു മെഷീനിലേക്ക് നമ്മുടെ
ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ഭാഗവും നമ്മുടെ മിഡ് പോയിൻ്റ് വരച്ചിടും ഷോൾഡറിൻ്റെ അവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ചെറുതായിട്ട് ഒരു ചെറിയ സ്റ്റിച്ച് അടിച്ചു. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തേക്ക് ഒരു ഏകദേശം ഒരു ചെറിയ 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 പ്ലീറ്റ്സ്, അതിനൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോ വീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സാവധാനം പയ്യെ സ്ലിപ്പ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മൊത്തം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിൻ്റെ അറ്റം വരെ തികയുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ്സിൻ്റെ അളവൊന്ന്, അതായത് ആ ഒരു നമ്മൾ അകത്തേക്ക് വെക്കുന്ന അളവൊന്ന് ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു അറ്റം വരുമ്പോഴത്തേക്കിന് ഇതുപോലെ ഒരു ഇച്ചിരി ഭാഗം പ്ലീറ്റ്സ് ഇടാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചാണ് അടിച്ചു പോകുന്നത്. കാരണം നമ്മളിത് ഉള്ളിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് അടിക്കുമ്പോൾ കുറച്ച് കയറി പോകുന്നതുകൊണ്ട് അത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സൈഡും, അതായത് അപ്പുറത്തെ വശത്തേക്ക് വെച്ചിട്ട് നമ്മളൊരു ഹാഫ് വെച്ചിട്ടായിരുന്നല്ലോ ആദ്യം അടിച്ചത്, അതിൻ്റെ ബാക്കി ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്പ് സ്ലീവ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ നമ്മുടെ പ്ലീറ്റ് സ്ലീവാണ് ഫ്രിൽ സ്ലീവ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്യാപ്പ് സ്ലീവ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. സത്യത്തിൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ എൻ്റെ രീതിക്കത് വേണ്ടിയോണ്ട് നമ്മൾ ഈ ക്യാപ്പ് സ്ലീവും കൂടെ വെക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാപ്പ് സ്ലീവിൻ്റെയും സെൻറ്റർ ഒന്ന് അതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻറ്റിലേക്ക് നമ്മുടെ സെൻറ്റർ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഫ്രിൽ സ്ലീവിലോട്ട് അടിപ്പ് കയറാതെ നമുക്ക് സൂക്ഷിച്ച് ഈ ഒരു അരികു വശത്തൂടെ തന്നെ ഇതും ഒന്ന് അടിച്ചെടുക്കാം. ക്യാപ്പ് സ്ലീവും ഒന്ന് എടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കയ്യിലും ഈ ഒരു ഫ്രിൽ സ്ലീവും ക്യാപ്പ് സ്ലീവും നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഫ്രിൽ സ്ലീവ് വെച്ചടിക്കുക, അതിനുശേഷം ക്യാപ്പ് സ്ലീവ് വെച്ചടിക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രിൽ സ്ലീവ് ഈ ഒരു ക്യാപ്പ് സ്ലീവിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്, കാണത്തില്ലാത്ത രീതിയിൽ. കണ്ടില്ലേ, നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രണ്ട് സ്ലീവ്സും ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്പ് സ്ലീവും വെച്ചു, ഫ്രിൽ സ്ലീവും വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് അടിച്ച് സ്ലിറ്റ് ഇടണം. അതിനായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാനുള്ള 1.5 ഇഞ്ച് വീതി നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ്സ് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വെക്കണം. അതായത് ക്യാപ്പ് സ്ലീവ് 2 പീസ് ഒരുമിച്ച് പിടിക്കുക. അതിൻ്റെ ഇപ്പുറത്തൂടെ തന്നെ നമ്മുടെ ഫ്രിൽ സ്ലീവും പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് അടിച്ച് ഈ ഒരു പോയിൻ്റ്, സ്ലിറ്റിൻ്റെ പോയിൻ്റ് വരെയും നമുക്കൊന്ന് അടിച്ചെടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഒരുപോലെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ വരെയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിവശം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. ലൈനിങ് പീസും നമ്മൾക്കൊന്ന് അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ സ്ലിറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. സ്ലിറ്റ് അടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ പോർഷനിൽ നമ്മൾ അടുപ്പ് നിർത്തിയിടത്തേക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക് ഈ ഡബിൾ ഫോൾഡ് ചെയ്ത് ഈ ഒരു അരികുവശം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം താഴെ വരെ. ഇതേപോലെ തന്നെ ബാക്കി 3 സൈഡുകളും നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിൻ്റെ താഴ്വശമാണ് മടക്കി അടിക്കേണ്ടത്. ഈ ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും ഞാൻ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കാണുന്ന ഈ ഒരു ഫ്രിൽ സ്ലീവ്ഡ് കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ക്യാപ്പ് സ്ലീവ് വെക്കാതെയാണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രിൽ സ്ലീവ് കുർത്തി നമുക്ക് തയ്ക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാപ്പ് സ്ലീവ് വേണമെങ്കിലും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചുകൊള്ളുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.